അങ്ങനെ 2024 കഴിയാണ്. സോ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കംപ്ലീറ്റ്ലി. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ഹൊറർ മൂവീസിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വർഷത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ ചിത്രങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വർഷം അറൗണ്ട് ഒരു 10-20-25 മൂവീസ് അതിൽ തന്നെ ഉണ്ട്. കാരണം ഒരുപാട് ഒരു 50ഓളം നല്ല ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ പിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. സോ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്താം. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു പടമാണ് ബ്രഹ്മയുഗം. സോ അത് വെച്ചിട്ട് തുടങ്ങാം. അത് അവിടെയും വേണം ഇവിടെയും വേണം, അത് മിസ്സാക്കാൻ പറ്റില്ല. കാരണം മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവി ആയിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ബ്രഹ്മയുഗം. ഇത് കൂടാതെ എനിക്ക് ഈ വർഷം ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി മറ്റു മലയാള സിനിമകളാണ് കിഷ്കിന്ധാകാന്ഡം, ആവേശം, പ്രേമലു, സൂക്ഷ്മദർശിനി, ARM, ആടുജീവിതം, ഗഗനചാരി, ആട്ടം, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മാർക്കോ. ഞാൻ മലയാളം ഒഴിച്ചു നിർത്തി ഇപ്പോൾ തമിഴ് സിനിമകളിൽ തന്നെ ഒരുപാട് സിനിമകൾ നല്ല പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ വലിയ വലിയ ആക്ടേഴ്സിൻ്റെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ പൊട്ടിയിട്ടേ ഉള്ളൂ. ചെറിയ കുറേ പടങ്ങളാണ് അതിൽ തമിഴിൽ തന്നെ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിലിപ്പോൾ ലബ്ബർ പന്തുണ്ട്, ദെൻ മെയ്യഴകൻ, മഹാരാജ, വാഴൈ, അമരൻ, തങ്കളാനാൻ, വിടുതലൈ പാട്ടു. ഇതിലിപ്പോൾ തങ്കളാനൊക്കെ തീരെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ സിനിമ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഞാനിപ്പോൾ ഈ വാഴ എന്ന് പറഞ്ഞ പടം അതൊന്നും തിയേറ്ററിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് OTT വന്നിട്ട് പോലും ആരും ഇന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കണ്ടു നോക്കണം, ഒരു ഗംഭീര പടമാണ്. ദെൻ ഇതല്ലാതെ ബാക്കിയുള്ള മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് ഭാഷ സിനിമകളൊക്കെ നോക്കിയാൽ ലക്കി ഭാസ്കർ നല്ല പടമായിരുന്നു. ദെൻ കൽക്കി 2898 AD. കൽക്കില ഒരു കർണൻ്റെ സീൻ അത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. അത് ഗംഭീര മാരക എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് ആ മിത്തോളജിക്ക് അറിയുന്നവർക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. ദെൻ ലാപ്പത്ത ലേഡീസ് ഒരു അടിപൊളി പടമാണ്. തിയേറ്ററിൽ മിസ്സായവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഇപ്പോൾ കണ്ടുനോക്കുക. ഐ തിങ്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി അങ്ങനെ എന്തോ കേട്ടിരുന്നു ലാപ്പത്ത ലേഡീസ്. ദെൻ കില്ല് എന്ന് പറഞ്ഞ പടം അതിൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റിക്ക് വേണ്ടി ഇപ്പോൾ മാർക്കോയിലൊക്കെ വയലൻസ് നമ്മൾ പറഞ്ഞാലും അത് ആ മലയാളത്തിൽ ഇങ്ങനൊരു വയലൻ്റ് ആയിട്ടുള്ള പടം ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ മാർക്ക് ഉൾപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു ഇന്ത്യൻ പടം കണ്ടിട്ട് അതിൻ്റെ റൈറ്റ്സ് ഹോളിവുഡ് സിനിമ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് തന്നെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിനൊക്കെ റീമേക്ക് റൈറ്റ്സ് ചൈനയിലും അങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു ആക്ഷൻ പടം, ഒരു ഇന്ത്യൻ ആക്ഷൻ പടം പുറത്തേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽ വേറെ തന്നെയാണ്. കാരണം അമ്മമാര് കിടില സാധനമായിരുന്നു. ജസ്റ്റ് ഒരു ക്ലോസ്ഡ് സ്പേസിൽ നമ്മളിതുവരെ ഇങ്ങനെ കാണാത്തതൊന്നുമല്ല, കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ കില്ലിൻ്റെ വേറെ ലെവൽ. പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടുപാടായിരുന്നു കില്ല്. സോ ഇത്രയും സിനിമകളാണ് ഇന്ത്യൻ സിനിമകളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഈ വർഷം എനിക്ക് തോന്നിയത്. ഇനി മറ്റ് നോൺ ഇന്ത്യൻ സിനിമകൾ നോക്കിയാൽ ഇൻസൈഡ് ഔട്ട് 2 ഒരു ഗംഭീര പടമായിരുന്നു. ദെൻ ഡ്യൂണിന്റെ പാർട്ട് 2, പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ, ചലഞ്ചേഴ്സ്, ട്വിസ്റ്റേഴ്സിന്റെ ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിഡിലിനായിരുന്നു. ദെൻ ദി വൈൽഡ് റോബോട്ട് ഒരു കിഡിലിൻ ആനിമേറ്റഡ് മൂവിയാണ്. ദെൻ ലുക്ക് ബാക്ക് എന്നൊരു പടമുണ്ട്. ഇത് ചെറിയ പടമാണ്, ഒരു മാങ്ക ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആനിമയാണിത്. ഒരു മണിക്കൂറിൽ താഴേക്ക് ഉള്ളു തോന്നുന്നു. ആകെ 45 മിനിറ്റ് അങ്ങനെയൊക്കെ റൺ ടൈം ഉണ്ടാവുള്ളൂ. കണ്ടുവെക്കാം. ഒരു നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കോൺക്ലേ എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. അതുകൂടെ ഇപ്പോൾ റോമിലെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇത് ഒരു അടിപൊളി പടമാണ്. ദെൻ ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ് മാ ഡൈസ്. ദെൻ നമ്മുടെ ദേവ് പട്ടേലിന്റെ മങ്കി മാൻ, ട്രാൻസ്ഫോമേഴ്സ് 1, ദെൻ സ്ട്രേഞ്ച് ഡാർലിംഗ്, ദെൻ ഏലിയൻ റോമുലസ്. അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. ദെൻ ഫ്ലോ എന്ന് പറഞ്ഞൊരു പടമാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. ഒരു ചെറിയ സ്ട്രേ കാറ്റ് ഇല്ല, ഇപ്പോൾ ഈ വെറുതെ നടക്കുന്ന പൂച്ച, അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. പക്ഷെ കിഡിലൻ ആനിമേഷനാണ്. ഒരർത്ഥത്തിൽ ഡയലോഗ് പോലും ഇല്ല. സോ ചെറിയ കുട്ടികൾ മുതൽ ഇതിൻ്റെ ഭാഷാഭേദം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഗംഭീര പടമാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോംസിലൊന്നുമില്ല, ഒരു പക്ഷേ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആണ്, കണ്ടുപോക്കുക. ഗംഭീര പടമാണ്. ഈ വരാൻ പോകുന്ന ഓസ്കാർസിലൊക്കെ എങ്ങനെ പോയാലും ഷൈൻ ചെയ്യാൻ പോകുന്നൊരു സിനിമകളൊന്നായിരിക്കും ഈ പറയുന്ന ഫ്ലോ. ദെൻ ഇത് കൂടാണ്ട് സിവിൽ വാർ എന്നൊരു പടം ഉണ്ടായിരുന്നു. നമ്മുടെ A24 ചിത്രം, അലക്സ് ഗാർലാൻഡ് സംവിധാനം ചെയ്ത പടം. ഇത് ഞാൻ IMAX കണ്ട പടമാണ്, നമ്മുടെ കോയമ്പത്തൂരുള്ള ബ്രോഡ്വേ IMAX. സോ സിവിൽ വാറും ഒരു കിടിലൻ പടമായിരുന്നു. സോ ഞാൻ അധികം ടൈം എടുക്കുന്നില്ല. ഇത്രയും സിനിമകളായിരുന്നു എനിക്ക് പേഴ്സണലി ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയത്. ഇതിലിപ്പോൾ ഞാൻ ഉൾപ്പെടുത്താത്ത കുറേ വേറെ സിനിമകളുണ്ട്. കാരണം അത് ഞാൻ സോർട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോരാത്തതിന് ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ തന്നെ വേറെ കുറേ നല്ല സിനിമകളൊക്കെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ മിസ്സായി പോയത് അത് ഏതൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാം. ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സീരീസും ചെയ്യാം. ഒരുപാട് നല്ല സീരീസുകൾ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ തീരെ അണ്ടർ റേറ്റഡ് ആണ്, അധികം ആളെയും കണ്ടിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. സോ ബെസ്റ്റ് സീരീസ് ഓഫ് 2024 എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഈ ലിസ്റ്റിൽ പറഞ്ഞാൽ ഈ സിനിമകളിൽ വെച്ച് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട സിനിമ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.